മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: എൻ്റെ സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഈശോനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു വചനമാണിത്. ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ലോകത്തിൽ ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്തിൽ ഉള്ളവർക്ക് നിൻ്റെ ശരീരത്തെ തൊടാനേ സാധിക്കുകയുള്ളൂ, നിൻ്റെ ആത്മാവിനെ തൊടാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഭയമാണ് എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ഭയമുണ്ടോ അവിടെ നിന്നും ഒരു തിന്മ കടന്നു വരുന്നുണ്ട്. ആരെയെങ്കിലും നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നൊക്കെ ചിലത് നമ്മൾ മറയ്ക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന് ഭയമല്ല ആവശ്യം, ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവസ്നേഹമാണ് നമ്മളിൽ വളരേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഉള്ളിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ മനുഷ്യനെ നമ്മൾ ഭയപ്പെടില്ല. മനുഷ്യനെയോ ഈ ലോകത്തിലുള്ള എന്തിനെയെങ്കിലുമോ നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യത്തെ ഓർത്ത് നിൻ്റെ ഉള്ളം ഭയത്താൽ നിറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നിനെയും ഈ ലോകത്തിൽ ഭയമുണ്ടാവുകയില്ല. കാരണം അവരാശ്രയം വച്ചിരിക്കുന്നതും അവർ കാണുന്നതും മുഴുവനും ദൈവത്തെയാണ്, ദൈവത്തിൻ്റെ അനന്ത ശക്തിയെയാണ്. ദൈവത്തെ കാണുന്നവന്, ദൈവത്തിൻ്റെ അനന്ത ശക്തിയെ കാണുന്നവന് ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ ഏതിനെയെങ്കിലും ഓർത്ത് ഉള്ളിൽ ഭയം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ദൈവസ്നേഹമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. യഥാർത്ഥ ദൈവസ്നേഹം ഉള്ളിൽ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും ഈശോനാഥൻ ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഈ ലോകത്തിലുള്ള വ്യക്തികൾക്കോ മറ്റേതെങ്കിലുമൊക്കെയോ നിൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ പറ്റേക്കും, നിൻ്റെ ശരീരത്തെ തൊടാൻ പറ്റിയേക്കാം. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതിയെ തൊടാനോ ദൈവത്തിൻ്റെ പദ്ധതിയെ നശിപ്പിക്കാനോ ഈ ലോകത്തിൽ ആർക്കും ഒന്നിനും സാധിക്കുകയില്ല. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനല്ല, നിൻ്റെ ക്ഷേമത്തിനുള്ളതാണ്. ആ പദ്ധതിയെ തൊടാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അത് ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ്. നിനക്ക് വേണ്ടി മാത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയെ നശിപ്പിക്കാൻ ആർക്കും പറ്റിയല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ നീ ലോകത്തിന് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ദൈവം ആ പദ്ധതിയിലൂടെ നിന്നെ നയിക്കും. നീ ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുക. കാര്യങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൂടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. കർത്താവെ, അങ്ങയുടെ അനന്ത സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. അനന്ത ശക്തിയെ തിരിച്ചറിയാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കേൾപ്പിക്കുന്നു. എല്ലാ തിന്മകളും തകരട്ടെ എന്ന് കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇവരുടെ ഹൃദയങ്ങളെ തൊരണമേ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ അകറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.